ഒരു മൊട്ടുസൂചിക്ക് പോലും പോകാൻ ഇടമില്ലാതെ കൊച്ചിയിലെ മേത്തർ ബസാർ ഇത്രയും ക്രൗഡഡ് ആയിരിക്കുകയാണ്. ക്രിസ്മസിനാണെങ്കിലോ ഇനി രണ്ടാഴ്ചയിലധികം സമയമുണ്ട്. 180 വർഷത്തിന് മേലെ പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് ആയിട്ടാണ് ഇപ്പം മേത്തർ ബസാർ അറിയപ്പെടുന്നത്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ ഒരു 1930-ലൊക്കെ കാളവണ്ടികൾ പോകുന്ന ഒരു ചെളി നിറഞ്ഞ പ്രദേശമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വേറൊരു സീക്രട്ടും കൂടി ഉണ്ട്. നമ്മുടെ ജൂതന്മാരുടെ ഒരു കടവുംഭാഗം സിനഗോഗ് ഈ ബസാറിന്റെ ഏതൊക്കെയോ ഒരു ഇടുങ്ങിയ വഴികളിലൂടെ പോയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഏത് ക്രിസ്മസ് മാർക്കറ്റിൽ പോയാലും ക്രിബിന്റെ സെറ്റും സാന്റക്ലോസും ക്രിസ്മസ് ട്രീ, സ്റ്റാർസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ബ്രോഡ്വേയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ആണ്. ഇത്രയും തിരക്കുണ്ടെങ്കിലും ഇവരെല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ വന്നതല്ല, ഈ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ജസ്റ്റ് 3 രൂപയിലും 5 രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെക്കോർ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെ ഒക്കെ ബഹളത്തിനിടയിൽ കൂടെ ഈ ഇടുങ്ങിയ തെരുവ് വീതികളിലൂടെ നമ്മളിപ്പോൾ നടക്കുന്നു. നമുക്കിതിവിടെ ക്രിസ്മസിന് ഒരു 2 ആഴ്ച മുമ്പൊക്കെയാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫോറിനിലൊക്കെ 2 മാസത്തോളമാണ് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉള്ളത്. സ്പെയിനിലൊക്കെ ജനുവരി 6-ാം തീയതിയാണ് 3 രാജാക്കന്മാരുടെ ദിനം എപ്പിഫാനി ആചരിക്കുന്നത്. ജോർജിയയിൽ ജൂലിയൻ കലണ്ടർ അനുസരിച്ചിട്ട് ജനുവരി 7-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷം. റഷ്യ, ഉക്രൈൻ, മറ്റ് നിരവധി കിഴക്കൻ യൂറോപ്യൻ ബാൽക്കൻ രാജ്യങ്ങളിലും ജനുവരി 7-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പിന്നെ ക്രിസ്മസിന് കൊടുക്കുന്ന സമ്മാനങ്ങളില്ലേ, ഈ സ്ലൊവാക്യ, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, സ്വീഡൻ, മെക്സിക്കോ തുടങ്ങി പല രാജ്യങ്ങളിലും ഡിസംബർ 24-ന് വൈകുന്നേരമാണ് ഈ സമ്മാനങ്ങൾ കൈമാറുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നത്.